വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ലോക്സഭയിൽ ബി.ജെ.പി. എങ്ങനെയാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. എതിരാളികളെ ഭയപ്പെടുത്തിയും നാണം കെട്ട രീതിയിൽ ചാക്കിട്ട് പിടിച്ചും ബി.ജെ.പി. നടത്തുന്ന കള്ളക്കളി. കല്യാൺ ബാനർജി അടക്കമുള്ള തൃണമൂൽ എംപിമാരെ ഭീഷണിപ്പെടുത്തി വിമത നീക്കത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ച് അവരെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചട്ടം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുകയാണ്. അതുവഴി ജനങ്ങൾ കൊടുത്ത ജനവിധിയെ പരിഹസിച്ച് തള്ളുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിനായിരുന്നു മേൽക്കൈയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ SIR നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ 207 സീറ്റ് നേടിയ ബി.ജെ.പി. ഇപ്പോൾ അവിടെയുള്ള തൃണമൂൽ എംപിമാരെ എൻ ബ്ലോക്കാക്കി ബി.ജെ.പിയുടെ പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത് യാഥാർത്ഥ്യബോധത്തോടെ പരിപൂർണ്ണ സമ്മതത്തോടെ കോൺഗ്രസിലേക്ക് രണ്ടും കൽപ്പിച്ച് ചെല്ലാൻ പോകുന്ന ചില നേതാക്കളെയാണ്. സൈനി ഘോഷ്, മഹുവ മൈത്ര തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസിനോട് ജന്മനാ തന്നെ അടുപ്പമുള്ളവരാണ്. മഹുവ മൈത്ര പഴയ കോൺഗ്രസ്സുകാരിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തീപ്പൊരി പ്രാസംഗികയായിരുന്നു അവർ. തൃണമൂലിലെത്താനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മഹുവയെ ബി.ജെ.പി. വേട്ടയാടിയ കഥകൾ ബംഗാളിലെ തെരുവുകൾ തോറും ഒരു വലിയ അലയടിയായി മാറിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ അയോഗ്യയാക്കണമെന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ടീം നാടുനീളെ പറഞ്ഞു നടന്നിട്ടും അവർ ജയിച്ചു കയറി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മുൻപിൽ വെച്ച് തന്നെ അവർ പറഞ്ഞു, എന്നെ നിങ്ങൾ എത്രമാത്രം ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞാൻ അതിലൊന്നും വീണിട്ടില്ല എന്ന്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ വളർച്ചയ്ക്കും ആ പാർട്ടിയുടെ വലിയ തോതിലുള്ള അധികാരം വടംവലിക്കും സാക്ഷിയായ ഒപ്പം നിന്നുകൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് എന്താണെന്നും കോൺഗ്രസിൻ്റെ വില എന്താണെന്നും കോൺഗ്രസിൽ ചെന്നാൽ കിട്ടുന്ന സുരക്ഷ എന്താണെന്നും മമതാ ബാനർജി എന്ന 71 വയസ്സായ അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അഭിഷേക് ബാനർജിയുടെ ജീവൻ സംരക്ഷിക്കാൻ കോൺഗ്രസ് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ബി.ജെ.പിക്ക് അംഗബലം കൂടിയെന്ന് പറഞ്ഞ് വല്ലാതെ നെകളിക്കേണ്ട. കാരണം ബി.ജെ.പിയുടെ ഈ അധികാരക്കൊതി, അതിനുവേണ്ടി അവർ കാണിക്കുന്ന എന്ത് നെറികേടിലും ഈ ഭാരതത്തിലെ ജനങ്ങൾ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. താൽക്കാലിക പ്രതിഭാസത്തെ അത് ശാശ്വതമാക്കി കളയാമെന്ന അമിത്ഷായുടെ വിചാരം ഒരിക്കലും നടക്കാനും പോകുന്നില്ല.